ഇനി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വേറൊരു വിഷയമാണ്. ആ വിഷയത്തിന്റെ ഒരു പുതിയ ഡെവലപ്മെന്റാണ് സംസാരിക്കുന്നത്. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം രാഹുലിന് നോട്ടീസ് നൽകില്ല. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം പരിഗണനയിലിരിക്കെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. സിജോ, എന്തുകൊണ്ടാണ് രാഹുലിനെ ഇപ്പോൾ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് അന്വേഷണ സംഘം തീരുമാനിച്ചത്? രാഹുലിനെതിരെ നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ രണ്ടാമത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ മുൻകൂർ ജാമ്യം തിരുവനന്തപുരം ജില്ലാ കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ കോടതി വിധിക്കെതിരെ അന്വേഷണ സംഘം സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കോടതിയെ സമീപിച്ചിരുന്ന സാഹചര്യത്തിൽ ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ ആവശ്യപ്പെട്ടാൽ അത് തിരിച്ചടിയാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഉടൻ ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ ആവശ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ അന്വേഷണ സംഘം അങ്ങനെ ഒരു നിലപാടിലേക്ക് വന്നിരിക്കുന്നത്. കാരണം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നുള്ളതാണ് ആ അപേക്ഷയിൽ അല്ലെങ്കിൽ അപ്പീലിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഉടൻ തന്നെ ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ ആവശ്യപ്പെട്ടാൽ അത് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടിലേക്ക് പോവുകയും ചെയ്യും. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അപ്പീൽ പരിഗണിക്കുന്ന സമയത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നുവെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യും. അതുകൊണ്ട് കൂടി കണക്കിലെടുത്താണ് ഉടൻ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാൻ ആവശ്യപ്പെടാതിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച കോടതിയിൽ പരിഗണിക്കുകയാണ്. അതിന്റെ അപ്പീൽ പരിഗണിക്കുകയാണ്. അപ്പോൾ ഇതിനെ ശക്തമായി എതിർക്കാനാണ് തീരുമാനം. ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെന്നുണ്ടെങ്കിൽ, അത് സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. ശരി, അപ്പോൾ ഉടനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകി വിളിച്ച് വരുത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ചുകൂടെ ആശ്വാസ സമയം ലഭിക്കും എന്ന് തന്നെയുള്ള വിവരങ്ങൾ കൂടിയാണ് സിജോ വി ജോൺ നൽകിയത്.